നമസ്കാരം, എല്ലാവർക്കും വീക്കിലി ട്രെൻഡ് സെറ്റേഴ്സിലേക്ക് സ്വാഗതം. 24,000 എന്ന സൈക്കോളജിക്കൽ ലെവലിൽ നിന്നും 24,500 എന്ന റെക്കോർഡ് ഹൈയിലെത്താൻ നിഫ്റ്റിക്ക് വേണ്ടി വന്നത് വെറും 11 സെഷനുകൾ മാത്രം. തുടർച്ചയായ ബുൾ റാലിക്കു ശേഷം 24,592.20 എന്ന സർവകാല ഉയരമാണ് ആഴ്ചയിലെ അവസാന ദിനം നിഫ്റ്റി കരുതി വെച്ചത്. തുടർച്ചയായ 6 ആഴ്ചയും ബുൾസുകൾ കരുത്തു കാട്ടിയെങ്കിലും പ്രതിവാര പ്രകടനത്തിൽ 0.73% നേട്ടം മാത്രമാണ് നിഫ്റ്റി നൽകിയത്. പ്രോഫിറ്റ് ബുക്കിംഗ് മോഡിലേക്ക് കടന്ന ബാങ്ക് നിഫ്റ്റി ആകട്ടെ 0.5% ഇടിവാണ് രേഖപ്പെടുത്തിയത്. IT ഭീമന്മാരുടെ മികച്ച പാദഫലങ്ങൾ തുണച്ച വാരത്തിൽ 3.5% തിളക്കമാർന്ന നേട്ടമാണ് സൂചിക നൽകിയത്. സെക്ടറൽ സൂചികകളിൽ 3.56% നേട്ടം FMCG സൂചിക നൽകിയപ്പോൾ 2.46% മുന്നേറ്റം ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികയും നൽകി. 2 മുതൽ 2.5% കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തിയത് PSU ബാങ്ക് മെറ്റൽ സൂചികകളായിരുന്നു. ആഗോളതലത്തിൽ റെക്കോർഡുകൾ മറികടന്ന US സൂചികകളെയായിരുന്നു പോയ വാരത്തിൽ കണ്ടത്. ചിപ്പ് നിർമ്മാണ കമ്പനികളായ എൻവിഡിയ, മൈക്രോൺ തുടങ്ങിയ ഓഹരികളിലെ കുതിപ്പാണ് സൂചികകൾക്ക് കരുത്ത് പകർന്നത്. CPI-യിൽ ഉണ്ടായ അപ്രതീക്ഷിതമായ കുറവ് സെപ്റ്റംബറിൽ ഫെഡ് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന നിക്ഷേപക പ്രതീക്ഷ ശക്തിപ്പെടുത്തി. പ്രതിവാര പ്രകടനം വിലയിരുത്തുമ്പോൾ ഡോ ജോൺസ് 1.59% നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ നാസ്ഡാക്ക് 0.25% നേട്ടം രേഖപ്പെടുത്തി. S&P 500 0.86% നേട്ടവും രേഖപ്പെടുത്തി. അടുത്ത ആഴ്ച ജൂലൈ 15-ന് ജെറോം പവലിന്റെ പ്രസ്താവനയോടെയാണ് അമേരിക്കൻ സൂചികകൾ വ്യാപാരം ആരംഭിക്കുന്നത്. CPI കണക്കുകളെ ഫെഡറൽ റിസർവ് എങ്ങനെയാണ് വിലയിരുത്തുക എന്നതായിരിക്കും വിപണി ശ്രദ്ധ ആകർഷിക്കുക. പോസിറ്റീവ് കമന്റ്സ് ആണ് പവലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നതെങ്കിൽ സൂചികകളെ ഉത്തേജിപ്പിക്കും. 16-ന് റീറ്റെയിൽ, കോർ റീറ്റെയിൽ സെയിൽസ് ഡാറ്റകൾ വരും. US GDP-യുടെ വലിയൊരു ശതമാനം വരുന്ന ഉപഭോക്തൃ ചെലവിന്റെ ഒരു പ്രധാന സൂചകമാണ് ഈ ഡാറ്റകൾ. ശക്തമായ ഡാറ്റയാണ് വരുന്നതെങ്കിൽ US സമ്പദ് വ്യവസ്ഥ ശക്തമാണെന്ന സൂചനയാണ് നൽകുന്നത്. ഇത് US-ലേക്ക് കയറ്റുമതി ചെയ്യുന്ന IT, ഫാർമസ്യൂട്ടിക്കൽസ്, ടെക്സ്റ്റൈൽസ് തുടങ്ങിയ ഇന്ത്യൻ കമ്പനികളുടെ ഓഹരികളിൽ ചലനം സൃഷ്ടിക്കാം. ഒപ്പം US-ൽ നിന്നുള്ള വിദേശ നിക്ഷേപവും വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. 0.1% പ്രതീക്ഷിക്കുന്ന കോർ റീറ്റെയിൽ സെയിൽസ് ഡാറ്റ വളർച്ച. പ്രതിവാര ജോബ്ലെസ് ക്ലെയിംസ് കണക്കുകൾ ജൂലൈ 18-ന് റിപ്പോർട്ട് ചെയ്യും. ഈ ഡാറ്റയും നിക്ഷേപകരുടെ ഫോക്കസിൽ ഉൾപ്പെടുന്ന ഡാറ്റയാണ്. ഒപ്പം വിവിധ തീയതികളിലായി ജോൺ C. വില്യംസ്, മിഷേൽ W. ബോമാൻ, ക്രിസ്റ്റഫർ J. വാലർ, മേരി C. ഡാലി, റാഫേൽ ബോസ്റ്റിക് തുടങ്ങിയ FOMC അംഗങ്ങളുടെ പ്രസ്താവനകളും ആഗോള ശ്രദ്ധ ആകർഷിക്കും. അനുമാനങ്ങൾക്ക് അനുസൃതമായ ഡാറ്റകളായിരുന്നു പോയ വാരം യൂറോ മേഖലയെ നയിച്ചത്. ആഴ്ചയിലുടനീളം പോസിറ്റീവ് മൊമെന്റം നിലനിർത്താൻ യൂറോപ്യൻ സൂചികകൾക്ക് സാധിച്ചു. പ്രതിവാര പ്രകടനം വിലയിരുത്തുമ്പോൾ ഡാക്സ് 1.48% നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ FTSE 100 0.60% നേട്ടം രേഖപ്പെടുത്തി. CAC 40 0.63% നേട്ടവും രേഖപ്പെടുത്തി. ജൂലൈ 17-ന് വരുന്ന ബ്രിട്ടന്റെ CPI കണക്കുകളാണ് അടുത്ത ആഴ്ച യൂറോ മേഖലയിൽ നിക്ഷേപകർ കാത്തിരിക്കുന്ന പ്രധാന ഡാറ്റ. പണപ്പെരുപ്പത്തിന്റെ പ്രധാന സൂചികകളിൽ പലതും ഉയർന്ന നിലയിൽ തുടരുന്നു എന്ന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ ചീഫ് ഇക്കണോമിസ്റ്റ് ഹൂപ്പിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതോടെ ഓഗസ്റ്റിൽ പലിശ നിരക്ക് കുറയ്ക്കുമെന്ന നിക്ഷേപകരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റ സാഹചര്യത്തിൽ ഈ ഡാറ്റ നിർണായകമാണ്. തുടർന്ന് ജൂലൈ 18-ന് യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ പലിശ നിരക്കുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ അറിയിക്കും. കഴിഞ്ഞ തവണത്തെ യോഗത്തിൽ പലിശ നിരക്ക് കുറച്ചിരുന്നു. ഉയർന്ന സേവന ചെലവ് കണക്കിലെടുത്ത് നിരക്കിൽ യാതൊരു മാറ്റവും വരുന്നില്ലെന്ന് നയനിർമ്മാതാക്കൾ കഴിഞ്ഞ ആഴ്ചകളിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഡാറ്റകൾ അനുകൂലമാവുകയാണെങ്കിൽ സെപ്റ്റംബറിൽ പലിശ നിരക്ക് കുറയ്ക്കാനുള്ള ഒരു സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. ചുരുക്കത്തിൽ പലിശ നിരക്ക് 4.25% നിലനിർത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജൂലൈ 19-ന് ബ്രിട്ടന്റെ റീറ്റെയിൽ, കോർ റീറ്റെയിൽ സെയിൽസ് ഡാറ്റകൾ റിപ്പോർട്ട് ചെയ്യും. ഈ ഡാറ്റയും ആഗോള നിക്ഷേപക ശ്രദ്ധ ആകർഷിക്കും. ജർമ്മനിയുടെ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റയും അന്ന് തന്നെ പ്രസിദ്ധീകരിക്കും. ഈ ഡാറ്റയോടെ ജർമ്മനിയുടെ പണപ്പെരുപ്പത്തെ സംബന്ധിച്ച് ഒരു ഏകദേശ ഗതി നിക്ഷേപകർക്ക് മനസ്സിലാക്കാം. സമ്മിശ്രമായ ഡാറ്റകളായിരുന്നു പോയ വാരം ഏഷ്യൻ വിപണികളെ നയിച്ചത്. എന്നിരുന്നാലും ആഗോള സൂചനകളുടെ പിൻബലത്തിൽ പോസിറ്റീവ് ടോൺ നിലനിർത്താൻ പ്രധാന ഏഷ്യൻ സൂചികകൾക്ക് സാധിച്ചു. ജൂലൈ 14-ന് വരുന്ന ചൈനയുടെ 2ാം പാദ GDP കണക്കുകളാണ് അടുത്ത വാരം ഏഷ്യൻ വിപണികളെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള പ്രധാന ഡാറ്റ. സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും ചൈനീസ് സമ്പദ് വ്യവസ്ഥ കരകയറിയോ ഇല്ലയോ എന്നതാണ് നിക്ഷേപക ശ്രദ്ധ ആകർഷിക്കുക.
മികച്ച ഡാറ്റയാണ് വരുന്നതെങ്കിൽ ഇന്ത്യൻ മെറ്റൽ ഓഹരികളെ ഉത്തേജിപ്പിക്കും. കാരണം ഏറ്റവും വലിയ മെറ്റൽ ഉപഭോക്താക്കളായ ചൈനീസ് സമ്പദ് വ്യവസ്ഥയുടെ ഉണർവ് മെറ്റൽ ഡിമാൻഡ് വർദ്ധിപ്പിക്കുകയും ഇന്ത്യൻ കമ്പനികൾക്ക് അനുകൂല സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യും. ECBയുടെ ധനനയ യോഗ തീരുമാനങ്ങളും പവലിന്റെ പ്രസ്താവനയും ഒക്കെയായിരിക്കും അടുത്ത ആഴ്ച ആഗോള വിപണികളെ നയിക്കുക എന്ന് സാരം. കമ്മോഡിറ്റി മാർക്കറ്റിൽ 4 ആഴ്ചത്തെ തുടർച്ചയായ നേട്ടത്തിനു ശേഷം ക്രൂഡ് വില സമ്മർദ്ദം നേരിടുകയാണ്. ആഴ്ചയിലെ 2 ദിവസം ക്രൂഡ് വിലയിൽ ഉയർച്ച രേഖപ്പെടുത്തിയെങ്കിലും വാരാന്ത്യത്തിൽ ബ്രെന്റ് ക്രൂഡ് 2.45% ഇടിവോടെ ബാരലിന് $84.31 വ്യാപാരം അവസാനിപ്പിച്ചത്. WTI ക്രൂഡ് 1.43% ഇടിഞ്ഞ് ബാരലിന് $83.45 എന്ന നിലയിലും അവസാനിച്ചു. പ്രതീക്ഷകൾക്കൊത്ത് ഉയരാത്ത ജൂണിലെ US CPI ഡാറ്റ എണ്ണവിലയിൽ ഉണ്ടായ സമ്മർദ്ദത്തിന് ആക്കം കൂട്ടി. സ്വാഭാവികമായും ഫെഡിന്റെ നിരക്ക് കുറയ്ക്കൽ പ്രതീക്ഷയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ടെക്നിക്കൽസിലേക്ക് വരുമ്പോൾ WTI ക്രൂഡിന്റെ ആദ്യ റെസിസ്റ്റൻസ് ജൂലൈയിലെ ഏറ്റവും ഉയർന്ന നിലയായ $84.65 ആണ്. ഇത് മറികടന്നാൽ 2024 ഏറ്റവും ഉയർന്ന നിലയായ $87.12 എന്ന ലെവലായിരിക്കും അടുത്ത മേജർ റെസിസ്റ്റൻസ്. ഡൗൺ സൈഡിലേക്ക് വരുമ്പോൾ 100-day SMA ലെവലായ $80.32, 55-day SMA ആയ $79.26, 200-day SMA ആയ $78.46 സപ്പോർട്ടായി പ്രവർത്തിക്കും. ബ്രെന്റ് ക്രൂഡിനെ സംബന്ധിച്ച് 88.26 ആദ്യ റെസിസ്റ്റൻസ് ആയി പരിഗണിക്കാം. ഇത് മറികടന്നാൽ $89.55 തുടർന്ന് $91.15 അടുത്ത റെസിസ്റ്റൻസ് ആയി കണക്കാക്കാം. ഡൗൺ സൈഡിൽ 84.14 എന്ന ലെവൽ സപ്പോർട്ടായി പരിഗണിക്കാം. തുടർന്ന് $83.77, $82.48 എന്ന ലെവലുകൾ അടുത്ത സപ്പോർട്ടായി ആക്ട് ചെയ്യും. ആഗോള സ്വർണ്ണവില പ്രതിവാര അടിസ്ഥാനത്തിൽ 0.82% നേട്ടത്തോടുകൂടി ട്രോയ് ഔൺസിന് $2410.78 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. 2400 എന്ന ലെവൽ മറികടന്ന് ക്ലോസ് ചെയ്തത് ബുള്ളിഷ് ട്രെൻഡ് തുടരാനുള്ള സാധ്യതയാണ് സൂചിപ്പിക്കുന്നത്. ഈ ലെവൽ മെയിൻറ്റെയിൻ ചെയ്താൽ $2425 എന്ന ലെവൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയി ആക്ട് ചെയ്യും. തുടർന്ന് $2450 അടുത്ത റെസിസ്റ്റൻസ് ആയി പരിഗണിക്കാം. അവിടെ നിന്നുമുള്ള ഇടിവ് 2388 മുതൽ $2387 എത്തിയേക്കാം. തുടർന്ന് 2372 മുതൽ $2371 റേഞ്ചിലും സപ്പോർട്ട് പ്രതീക്ഷിക്കാം. വാരാന്ത്യത്തിൽ ക്രൂഡ് ഓയിൽ വില വർദ്ധിച്ചത് ഇന്ത്യൻ രൂപയ്ക്ക് തിരിച്ചടിയായെങ്കിലും ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കൽ പ്രതീക്ഷ വർദ്ധിച്ചതും വിദേശ നിക്ഷേപത്തിൽ ഉണ്ടാകുന്ന വർധനയും രൂപയ്ക്ക് ശക്തി പകരുന്നുണ്ട്. പ്രതിവാരത്തിൽ ഫ്ലാറ്റ് ടോണിൽ അവസാനിച്ച രൂപ 83.49 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ടെക്നിക്കൽ സൈഡിൽ രൂപയുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് 83.65 രൂപയിൽ പ്രതീക്ഷിക്കാം. തുടർന്ന് 83.75 രൂപയിലും 84 എന്ന സൈക്കോളജിക്കൽ ലെവലും പരിഗണിക്കാം. ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് സോൺ 83.37 രൂപയിലും തുടർന്ന് 83 രൂപയിലും ആയിരിക്കും. മാക്രോ തലത്തിൽ വെള്ളിയാഴ്ചയാണ് പണപ്പെരുപ്പ കണക്കുകൾ പുറത്തു വന്നത്. ജൂണിൽ പണപ്പെരുപ്പം 4 മാസത്തെ ഉയർന്ന നിലയിലേക്ക് കുതിച്ചു. 5.08% ജൂണിലെ പണപ്പെരുപ്പം. സഹനപരിധിക്കുള്ളിൽ തന്നെ തുടർന്നെങ്കിലും ഇത്തവണ പ്രതീക്ഷകളെ മറികടന്നുകൊണ്ടുള്ള വർധനവ് രേഖപ്പെടുത്തി. ഭക്ഷ്യ പണപ്പെരുപ്പം 9.36% വർദ്ധിച്ചു. പണപ്പെരുപ്പ സാധ്യതകൾ പലിശ നിരക്കുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ സ്വാധീനിക്കുന്നതിനാൽ തന്നെ ഡാറ്റയോട് വിപണി തിങ്കളാഴ്ച പ്രതികരിക്കാൻ സാധ്യതയുണ്ട്. വ്യാവസായിക ഉൽപാദനം മെയ് മാസത്തിൽ 5.9% ഉയർന്നു. വരുന്ന ആഴ്ചയിൽ തിങ്കളാഴ്ചയാണ് ഹോൾ പ്രൈസ് ഇൻഫ്ലേഷൻ കണക്കുകൾ വരുന്നത്. മെയ്യിൽ 2.5% പ്രതീക്ഷിച്ചിരുന്നിടത്ത് 2.61% WPI ഇൻഫ്ലേഷൻ ഉയർന്നിരുന്നു. 15 മാസത്തിനിടയിൽ ഏറ്റവും ഉയർന്ന നിരക്കിലേക്കാണ് ഇൻഫ്ലേഷൻ വർദ്ധിച്ചത്. നിർമ്മാണ മേഖല, ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, ക്രൂഡ്, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, മിനറൽ ഓയിൽ മുതലായ പ്രധാന വിഭാഗങ്ങളിലെല്ലാം വിലക്കയറ്റം രേഖപ്പെടുത്തിയത് കണക്കുകളിൽ പ്രതിഫലിച്ചു. ഈ സ്ഥിതി തുടർന്നിട്ടുണ്ടോ എന്നത് ജൂണിലെ കണക്കുകളിൽ നിന്ന് വ്യക്തമാകും.
3.5% ഉയർന്നേക്കാമെന്നാണ് വിദഗ്ധർ അനുമാനിക്കുന്നത്. WPI ഫുഡ്, WPI ഫ്യുവൽ കണക്കുകളും കൂട്ടത്തിൽ അറിയാൻ കഴിയും. മെയ് മാസത്തിലെ കണക്കുകൾ അനുസരിച്ച് വാർഷികാടിസ്ഥാനത്തിൽ WPI ഫുഡ് ഇൻഫ്ലേഷൻ ഏപ്രിലിലെ 7.74% നിന്നും 9.82% ഉയർന്നിരുന്നു. എന്നാൽ ഫ്യുവൽ ഇൻഫ്ലേഷൻ 1.35% നേരിയ കുറവാണ് താരതമ്യേന രേഖപ്പെടുത്തിയത്. മെയ് മാസത്തിൽ നിർമ്മാണ മേഖലയിലെ പണപ്പെരുപ്പം ഏപ്രിലിൽ റിപ്പോർട്ട് ചെയ്ത -0.42% നിന്ന് 0.78% വർദ്ധിച്ചിരുന്നു. ഈ കണക്കുകളും വിലയിരുത്തും. തിങ്കളാഴ്ച വരുന്ന മറ്റൊരു ഡാറ്റ എക്സ്പോർട്ട് ഇമ്പോർട്ട് കണക്കുകളാണ്. ജൂലൈ 23 അവതരിപ്പിക്കാനിരിക്കുന്ന ബജറ്റിൽ ഈ കണക്കുകൾ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ജൂൺ 14 വന്ന കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ എക്സ്പോർട്ടിൽ ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. എക്സ്പോർട്ട് $34.99 ബില്യൺ നിന്നും $38.13 ബില്യൺ വർദ്ധിച്ചു. അതേസമയം ഇമ്പോർട്ടും $54.09 ബില്യൺ നിന്നും $61.91 ബില്യൺ വർദ്ധിച്ചിട്ടുണ്ട്. അതിനാൽ ട്രേഡ് ബാലൻസ് -23.78 ബില്യൺ രേഖപ്പെടുത്തി. ജൂലൈ 19 വെള്ളിയാഴ്ച ഫോറക്സ് കണക്കുകളും അറിയാം. ജൂൺ 28 അവസാനിച്ച ആഴ്ചയിൽ രാജ്യത്തിന്റെ ഫോറക്സ് $5.16 ബില്യൺ ഉയർന്ന് $657.16 ബില്യൺ എന്ന പുതിയൊരു റെക്കോർഡ് നിലയിലെത്തിയിരുന്നു. പോയ വാരത്തിൽ FIIയുടെ ഭാഗത്തു നിന്നും നെറ്റ് ബൈയിങ് ആണ് ഉണ്ടായത്. FII 3843.99 കോടി രൂപയുടെ വാങ്ങൽ നടത്തിയപ്പോൾ DII 5390.67 കോടി രൂപയുടെ നിക്ഷേപവും നടത്തിയിട്ടുണ്ട്. കോർപ്പറേറ്റ് മേഖലയിൽ IT ഭീമന്മാർ തുടക്കമിട്ട പാദഫലങ്ങൾ തന്നെയായിരുന്നു പ്രധാനം. ഹെവി വെയ്റ്റ് കമ്പനികളായ TCS, HCL ടെക് തുടങ്ങിയ IT വമ്പന്മാരുടെ പാദഫലങ്ങൾ വിപണി പ്രതീക്ഷകളെ മറികടന്നു. പ്രധാന ഫിനാൻഷ്യൽ പാരാമീറ്ററുകളിൽ കാര്യമായ പുരോഗതി കൈവരിക്കാൻ കമ്പനികൾക്കായിട്ടുണ്ട്. TCSന്റെ വരുമാന വളർച്ച 2.2% ഉയർന്ന് 62,613 കോടി ആയപ്പോൾ HCL ടെക് 6.7% പ്രതിവർഷ വളർച്ചയും കൈവരിച്ചു. ശക്തമായി തുടരുന്ന ഓർഡർ ബുക്കും മികച്ച പൈപ്പ് ലൈനും കമ്പനികൾക്ക് നേട്ടം നൽകിയിട്ടുണ്ട്. വളർച്ചാ പ്രേരകത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ, ലാറ്റിൻ അമേരിക്ക, മിഡിൽ ഈസ്റ്റ് ആൻഡ് നോർത്ത് ആഫ്രിക്ക രാജ്യങ്ങൾ പ്രത്യേകിച്ച് US-നേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ജീവനക്കാരുടെ എണ്ണത്തിൽ വർധനവ് നടത്തിയും ശമ്പളം വർദ്ധിപ്പിച്ചിട്ടും മാർജിനിൽ ഉണ്ടായ എക്സ്പാൻഷൻ പോസിറ്റീവ് ഔട്ട്ലുക്കാണ് നൽകുന്നത്. കമ്പനികളുടെ അറ്റാദായത്തിൽ ഉൾപ്പെടെ ഉണ്ടായ വർധന മുന്നോട്ടും പ്രതീക്ഷ നൽകുന്നതാണ്. പൊതുമേഖലാ കമ്പനികളിൽ നിന്നും ആദ്യ റിസൾട്ടുകൾ പ്രഖ്യാപിച്ചത് IREDA ആയിരുന്നു. അറ്റാദായം 30% വർദ്ധിച്ച് 384 കോടി റിപ്പോർട്ട് ചെയ്തപ്പോൾ നെറ്റ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് 0.95% കുറവ് വരുത്തിയിട്ടുണ്ട്. റിന്യൂവബിൾ എനർജിയിൽ ഉണ്ടാകുന്ന തുടർച്ചയായ ഡിമാൻഡ് കമ്പനിയെ തുടർന്നും മുന്നോട്ട് നയിക്കുമെന്നാണ് മാനേജ്മെന്റ് പ്രതീക്ഷ. അടുത്ത വാരത്തിലേക്ക് വന്നാൽ പ്രധാനമായും ഹെവി വെയ്റ്റ്സിൽ നിന്നും ഒട്ടനവധി കമ്പനികളാണ് പാദഫലങ്ങൾ പുറത്തുവിടുന്നത്. IT സെക്ടറിൽ നിന്നും അടുത്ത ആഴ്ച LTI മൈൻഡ്ട്രീ 17 ഏർണിംഗ് നമ്പേഴ്സ് പുറത്തുവിടുമ്പോൾ 18 പേഴ്സിസ്റ്റന്റ് സിസ്റ്റംസ്, ഇൻഫോസിസ് തുടങ്ങിയ കമ്പനികൾ റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്നത്. ടാറ്റ ടെക്നോളജി 18 കൂടാതെ വിപ്രോ 19 പാദഫലങ്ങൾ പുറത്തുവിടുന്നതോടെ സെക്ടറിന്റെ ട്രെൻഡ് നിക്ഷേപകർ വിലയിരുത്തും. TCS, HCL ടെക് തുടങ്ങിയ കമ്പനികളുടേതിന് സമാനമായ മുന്നേറ്റമാണ് കമ്പനികൾ കാഴ്ചവെക്കുന്നതെങ്കിൽ മികച്ച ഫലങ്ങൾ മേഖലയുടെ മുഴുവൻ ട്രെൻഡായും മാറും. നിഫ്റ്റി 50യിൽ 9.95 വെയിറ്റേജ് ഉള്ള റിലയൻസ് ഇൻഡസ്ട്രീസ് റിസൾട്ടുകൾ 19 വരുന്നത്. ജിയോഫിൻ റിസൾട്ട് ആകട്ടെ 15 എത്തും. ഓയിൽ ടു കെമിക്കൽസ് ബിസിനസ്സുകളിലെ ഡബിൾ ഡിജിറ്റ് വളർച്ചയാണ് റിലയൻസിന്റെ ശക്തമായ വരുമാന വളർച്ചയെ കഴിഞ്ഞ പാദത്തിൽ പിന്തുണച്ചത്. ഇത്തവണ നെറ്റ് പ്രോഫിറ്റിൽ ഉൾപ്പെടെ ഫ്ലാറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കാനാണ് സാധ്യതയെന്നാണ് അനലിസ്റ്റുകൾ അനുമാനിക്കുന്നത്. കൂടാതെ മോഡസ്റ്റ് ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ആണ് വരുമാനത്തിൽ പ്രതീക്ഷിക്കുന്നത്. കൺസോളിഡേറ്റഡ് റവന്യൂ ഇനത്തിൽ താരതമ്യേന ഇടിവുണ്ടാകാനുള്ള സാധ്യതയാണ് നുവാമ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് പങ്കുവെക്കുന്നത്. ഏഷ്യൻ പെയിന്റ്സ് റിസൾട്ടുകൾ ജൂലൈ 17 എത്തുന്നതോടെ പെയിന്റ് മേഖലയുടെ സ്ഥിതിഗതികളും വ്യക്തമാകും. കമ്പനി പുറത്തുവിട്ട മികച്ച ബിസിനസ് അപ്ഡേറ്റും പ്രതീക്ഷ നൽകുന്നതാണ്.
എന്നാൽ ആദിത്യ ബിർളയുടെ നേതൃത്വത്തിലുള്ള ബിർള ഓപ്പസിന്റെ എൻട്രിക്ക് ശേഷം പെയിന്റ് രംഗത്ത് മത്സരം കൂടുതൽ ശക്തമാകുമ്പോൾ എത്തരത്തിലാകും കമ്പനിയുടെ പെർഫോമൻസ് എന്നാകും നിക്ഷേപകർ പ്രധാനമായും വീക്ഷിക്കുക. സിമന്റ് മേഖലയിലെ മാർക്കറ്റ് ലീഡറായ അൾട്രാടെക് 19-ാം തീയതി റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്നതോടെ മേഖലയുടെ ചിത്രവും വ്യക്തമാകും. നെറ്റ് സെയിൽസ് വാർഷികാടിസ്ഥാനത്തിൽ 2.1% വർദ്ധിക്കുമെന്ന് അനലിസ്റ്റുകൾ പറയുമ്പോഴും ക്രൂഡ് വിലയിലുണ്ടായ ചലനങ്ങൾ മേഖലയെ എങ്ങനെ ബാധിക്കുമെന്നും വിപണി നിരീക്ഷിക്കും. ഒപ്പം ഡാൽമിയ ഭാരത് 18-നാണ് റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്നത്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, യൂണിയൻ ബാങ്ക് തുടങ്ങിയ കമ്പനികളാണ് ഫലങ്ങൾ പുറത്തുവിടുന്നത്. സ്റ്റേബിളായ മാർച്ച് പാദത്തിനു ശേഷം ഇന്ത്യൻ ബാങ്കുകൾ ജൂൺ പാദത്തിൽ മോഡറേറ്റ് ഗ്രോത്ത് കാഴ്ചവെക്കാനുള്ള സാധ്യതയാണ് വിപണി വിദഗ്ധർ പറയുന്നത്. മാർജിനുകളുടെ കാര്യത്തിൽ ഹൈ കോസ്റ്റ് ടേം ഡെപ്പോസിറ്റുകളുടെ ശക്തമായ വളർച്ച കാരണം ബാങ്കുകൾ സമ്മിശ്ര പ്രതികരണം നൽകാനാണ് സാധ്യത. സ്വകാര്യ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം മോട്ടിലാൽ ഓസ്വാൾ ബ്രോക്കറേജ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഇനത്തിൽ ഏകദേശം 9% വാർഷിക വളർച്ചയാണ് കണക്കാക്കുന്നത്. ഇതിനു പുറമെ L&T ഫിനാൻസ്, HDFC AMC, HDFC ലൈഫ് ഇൻഷുറൻസ്, ICICI ജനറൽ ഇൻഷുറൻസ്, ഓട്ടോ മേഖലയിൽ നിന്നും ബജാജ് ഓട്ടോ, ബ്രോക്കിംഗ് കമ്പനികളായ ഏഞ്ചൽ വൺ, ജിയോജിത്ത് എന്നിവയും റിസൾട്ടുകൾ പ്രഖ്യാപിക്കും. മറ്റു പ്രധാന കമ്പനികളായ ടാറ്റ കമ്മ്യൂണിക്കേഷൻ, പേടിഎം, JSW സ്റ്റീൽ, BPCL തുടങ്ങിയവയുടെ കണക്കുകൾ കൂടി വിപണി ശ്രദ്ധ ആകർഷിക്കും. നിഫ്റ്റിയുടെ ടെക്നിക്കൽ സൈഡിലേക്ക് വരുമ്പോൾ വീക്ക്ലി ബേസിസിൽ 0.73% നേട്ടവും ഹയർ ഹൈസ് ആണ് കാണാൻ സാധിച്ചത്. അതേസമയം HDFC സെക്യൂരിറ്റീസ് അനലിസ്റ്റ് നാഗരാജ് ഷെട്ടി പറയുന്നത് 24,500 എന്ന മാർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചാൽ സൂചിക വൈകാതെ 24,800 മുതൽ 25,000 എന്ന റേഞ്ച് ടെസ്റ്റ് ചെയ്തേക്കാം എന്നാണ്. ഈ സാഹചര്യത്തിൽ നിഫ്റ്റിയുടെ സപ്പോർട്ട് ലെവൽ 24,350ഉം റെസിസ്റ്റൻസ് 24,950 പരിഗണിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. SBI സെക്യൂരിറ്റീസിലെ അനലിസ്റ്റുമാർ പറയുന്നത് വീക്ക്ലി ചാർട്ടിൽ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലിന്റെ ഫോർമേഷൻ നിലവിലെ ട്രെൻഡ് സസ്റ്റെയിൻ ചെയ്യാനുള്ള സാധ്യത കൂട്ടുന്നു എന്നാണ്. അതുകൊണ്ട് ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ് IT ഓഹരികൾ വരും സെഷൻസിൽ ഔട്ട് പെർഫോമൻസ് തുടർന്നേക്കാം. മുൻപത്തെ ട്രേഡിംഗ് ദിവസങ്ങളിൽ കൺസോൾട്ടേഷൻ ഉണ്ടായിരുന്നെങ്കിലും ഒരു തരത്തിലുള്ള വീക്ക്നെസ്സും പ്രകടമാകുന്നില്ല എന്നും അവർ പറഞ്ഞുവെക്കുന്നു. മൊമെന്റം, ഓക്സിലറേറ്റർ ഇൻഡിക്കേറ്ററുകൾ പോസിറ്റീവ് ബയസ് കാണിക്കുന്നതും സൂചികയിലെ 84% ഓഹരികളും 20-ഡേ EMAയുടെ മുകളിൽ ട്രേഡ് ചെയ്യുന്നതുമാണ് ഇതിനു കാരണം. ഈ സിറ്റുവേഷൻ നിഫ്റ്റിയുടെ ഇന്റേണൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുന്നുവെന്നും അനലിസ്റ്റുകൾ അഭിപ്രായപ്പെട്ടു. അതിനാൽ ഇൻഡെക്സിന്റെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് 24,250 മുതൽ 24,200 എന്ന റേഞ്ചും റെസിസ്റ്റൻസ് 24,700 എന്ന ലെവലും പരിഗണിക്കാം. ഈ ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചാൽ 24,900 നീങ്ങിയേക്കാമെന്നും ഒപ്പം ഏതൊരു ഇടിവും നല്ലൊരു ബൈയിങ് അവസരമായിരിക്കുമെന്നും അവർ സൂചിപ്പിച്ചു. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ ഒരു അണ്ടർ പെർഫോമൻസ് ആണ് കാണാൻ സാധിച്ചത്. വീക്ക്ലി ബേസിസിൽ തുടർച്ചയായി 3 ആഴ്ചയും ഹയർ ഹൈസ് ഫോം ചെയ്ത ശേഷം ലോവർ ഹൈ ഫോം ചെയ്ത് 0.72% നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. ഡെയിലി ബേസിസിൽ ഒരു ലോങ് അപ്പർ ഷാഡോയുള്ള ഗ്രേവ് സ്റ്റോൺ ഡോജി പാറ്റേൺ ഒരു ബിയറിഷ് സിഗ്നലാണ് സൂചിപ്പിക്കുന്നത്. ഈ സാഹചര്യത്തിലും ബുൾസിനെ സപ്പോർട്ട് ചെയ്യുന്ന സെന്റിമെന്റ് ആണുള്ളത് എന്നാണ് LKP സെക്യൂരിറ്റീസ് അനലിസ്റ്റ് രൂപക് ദേ പറയുന്നത്. സൂചിക 21-ഡേ EMA എന്ന 51,820 സപ്പോർട്ട് എടുത്തത് ഇതിന് കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് അപ്സൈഡിൽ 52,800 റെസിസ്റ്റൻസും മറുവശത്ത് 51,700 എന്ന ലെവൽ സപ്പോർട്ടായി പരിഗണിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനാൽ ഷോർട്ട് ടേമിൽ ഉണ്ടായേക്കാവുന്ന കറക്ഷൻസ് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. അനായാസം 24,600 ലെവലിലേക്ക് എത്തിയ നിഫ്റ്റിയുടെ കുതിപ്പിൽ നിക്ഷേപക പ്രതീക്ഷ വാനോളമാണ്. ഒരു പ്രീ ബഡ്ജറ്റ് റാലിയോ അതോ സെൽ ഓഫിലേക്കാണോ വിപണി കടന്നു ചെല്ലുന്നതെന്നാണ് വരുന്ന വാരത്തിൽ നിക്ഷേപകർ ഉറ്റുനോക്കുന്നത്. മാർക്കറ്റിന്റെ കൂടുതൽ അനാലിസിസും പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സുമായി തിങ്കളാഴ്ച രാവിലെ 8:30 മാർക്കറ്റ് പ്ലസിൽ കാണാം. നന്ദി, നമസ്കാരം.